വിശദമായി നോക്കാം. SFI ഉയർത്തിയ കടുത്ത പ്രതിഷേധങ്ങൾക്കിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെത്തി. കരിപ്പൂർ വിമാനത്താവളത്തിലിറങ്ങി റോഡ് മാർഗം സർവകലാശാലയിലെത്തുമ്പോൾ വൻ പോലീസ് സന്നാഹം സുരക്ഷയൊരുക്കിയിരുന്നു. മുഖ്യമന്ത്രി വാടകയ്ക്കെടുത്ത ക്രിമിനലുകളാണ് പ്രതിഷേധം നടത്തുന്നതെന്നും കാറിനടുത്തേക്ക് പ്രതിഷേധക്കാരെത്തിയാൽ പുറത്തിറങ്ങുമെന്നും ഗവർണർ പറഞ്ഞു. I have said one thing. If anyone comes near my car, I will get down. I won't allow them to hit the car. If they want to hit me. I won't allow anybody to hit the car. That is government property. That's all. That is what I have said. Face the brutes. Face the terrible. Face them boldly. Like monkeys, they will fall back if you cease to flee before them. I am not going to flee before them. They are all criminals. They have been hired by the chief minister. Whatever protest is there, it is sponsored by the chief minister personally. Why? He wants to divert attention. The state is in a unofficially, we can say even semi-officially, the chief secretary of the state has said before the Honorable High Court in an affidavit that the state is not in a position to honor the financial guarantees. നേരത്തെ സംസ്ഥാന സെക്രട്ടറി PM ആർഷോയുടെയും പ്രസിഡന്റ് അനുശ്രീയുടെയും നേതൃത്വത്തിലെത്തി സർവകലാശാല ക്യാമ്പസിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്തു നീക്കിയിരുന്നു. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറിന്റെയും S വിനേഷ് കുമാറിന്റെയും റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ കാവ്യവൽക്കരണം നടപ്പിലാക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിക്കുന്നു എന്നാരോപിച്ചാണ് രൂക്ഷമായ പ്രതിഷേധവുമായി SFI രംഗത്തെത്തിയത്. തിരുവനന്തപുരത്ത് ഗവർണറുടെ വാഹനത്തിന് മുന്നിൽ കരിങ്കൊടി പ്രതിഷേധം നടത്തുകയും ഗവർണർ അപ്രതീക്ഷിതമായി വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി SFIക്കെതിരെ രംഗത്തെത്തുകയും ചെയ്തു. ഇതേ തുടർന്നാണ് സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ ഗവർണറെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന ഭീഷണി SFI മുഴക്കിയത്. എന്നാൽ അതിന് അതേ നാണയത്തിൽ തന്നെ ഗവർണർ തിരിച്ചടി നൽകുകയും താൻ കാലുകുത്തുക മാത്രമല്ല 3 ദിവസം SFIയുടെ കോട്ടയായി കരുതുന്ന കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ താൻ താമസിക്കുമെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. ഇവിടെ അദ്ദേഹത്തിന് കാര്യമായ ഔദ്യോഗിക പരിപാടികളല്ല, മറിച്ച് ഇന്നത്തെ ദിവസം അദ്ദേഹം ഇവിടെ തങ്ങിയ ശേഷം നാളെ പാണക്കാട് കുടുംബത്തിലെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി കോഴിക്കോട്ടേക്ക് പോകും. അതിനുശേഷം പിന്നീട് വീണ്ടും രാത്രി വൈകുന്നേരം ഉച്ചതിരിഞ്ഞ് ഈ ഗസ്റ്റ് ഹൌസിലേക്ക് തന്നെ വരികയും രാത്രി ഇവിടെ തങ്ങുകയും ചെയ്യും. അതിനുശേഷം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30-ക്കാണ് ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള സനാതന ധർമ്മ ചെയറിന്റെ കീഴിലുള്ള ഒരു ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട സെമിനാറിൽ പങ്കെടുക്കുകയും ചെയ്യുക. മറ്റ് ഔദ്യോഗിക പരിപാടികൾ ഒന്നും സർവകലാശാലയിൽ ഗവർണർക്കില്ല. എന്നാൽ ഗവർണറുടെ സന്ദർശനത്തെ വളരെ പ്രതിരോധാത്മകമായാണ് SFI കാണുന്നത്. രാവിലെ മുതൽ തന്നെ SFI പ്രവർത്തകർ ക്യാമ്പസിൽ തടിച്ചു കൂടുകയും ഉച്ചയോടുകൂടി രൂക്ഷമായ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു. അദ്ദേഹം താമസിക്കുന്ന ഈ ഗസ്റ്റ് ഹൌസിന് മുന്നിലാണ് പ്രതിഷേധവുമായി എത്തിയത്. ആദ്യഘട്ടത്തിൽ പ്രതിഷേധം നടത്തി ഉദ്ഘാടന പ്രസംഗങ്ങൾ അടക്കം നടത്തിയ ശേഷം പിരിഞ്ഞു പോകാം എന്നാണ് അറിയിച്ചിരുന്നത്. ഇതനുസരിച്ചുള്ള പദ്ധതികളാണ് പോലീസും തയ്യാറാക്കിയത്. എന്നാൽ അവർ പിരിഞ്ഞു പോകാൻ തയ്യാറാവാതിരിക്കുകയും പോലീസിന് കടുത്ത ബലപ്രയോഗം തന്നെ പ്രവർത്തകരെ നീക്കം ചെയ്യാൻ വേണ്ടിവരികയും ചെയ്തു. തിരുവനന്തപുരത്തുണ്ടായ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗവർണർ DGPക്ക് അടക്കം പരാതി നൽകിയ സാഹചര്യത്തിൽ കനത്ത പോലീസ് ബന്ദോബസ്താണ് കാലിക്കറ്റ് സർവകലാശാലയിൽ ഏർപ്പെടുത്തിയത്. ആദ്യഘട്ടത്തിൽ 300ഓളം പോലീസുകാരെ അണിനിരത്തി പ്രക്ഷോഭകരെ നേരിടാനാണ് തീരുമാനിച്ചെങ്കിലും 500-ലധികം പോലീസുകാരെ ഇന്ന് വിന്യസിച്ചു എന്നാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി തന്നെ വ്യക്തമാക്കുന്നത്. സമീപ പ്രദേശങ്ങളിലുള്ള പോലീസ് സ്റ്റേഷനുകളിലെ എല്ലാ ഇടങ്ങളിൽ നിന്നുള്ള പോലീസുകാരെ വിന്യസിക്കുകയും ചെയ്തു. എന്തായാലും SFIയുമായുള്ള ബലപ്രയോഗത്തിൽ നിരവധി പോലീസുകാർക്ക് പരിക്കുപറ്റിയിരിക്കുന്നു എന്നും അറിയുന്നു. ഒപ്പം SFI പ്രവർത്തകരായ 10-ലടുത്ത് ആളുകൾക്ക് പരിക്കുപറ്റിയെന്ന് SFI പ്രവർത്തകരും പറയുന്നു. അവരെ അറസ്റ്റ് ചെയ്ത് പോളിടെക്നിക്കിലേക്ക് നീക്കുകയും ചെയ്തു. ഇതിൽ പ്രധാന നേതാക്കളെ ഒരുപക്ഷെ കരുതൽ തടങ്കലിൽ വെക്കുന്നതിനുള്ള സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായിരുന്നു പോലീസിന്റെ മേൽ ഇത്ര വലിയ ബലപ്രയോഗമെന്ന് പോലീസ് പറയുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ധാരണകൾ തെറ്റിച്ചുവെന്നും പോലീസ് പറയുന്നു. ഈ പ്രതിഷേധങ്ങളെയും പ്രതിരോധങ്ങളെയും ഒക്കെ മറികടന്നാണ് ഗവർണർ ഈ സർവകലാശാല ആസ്ഥാനത്തെത്തുന്നത്. അദ്ദേഹം പോരുന്ന വഴിയിൽ ഒരിടത്തും പ്രതിഷേധം ഉയർന്നില്ല, അല്ലെങ്കിൽ നേരിട്ട് അദ്ദേഹത്തെ ബാധിക്കുന്ന രീതിയിൽ പ്രതിഷേധം ഉയരുകയും ചെയ്തില്ല. ഈ ഗസ്റ്റ് ഹൌസിൽ എത്തിയ ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. വളരെ രൂക്ഷമായ പരാമർശങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ അദ്ദേഹം ഉന്നയിച്ചു.
പിണറായി വിജയൻ മുഖ്യമന്ത്രി പറഞ്ഞയച്ച ഗുണ്ടകളാണ് തനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. SFI പ്രവർത്തകർ ക്രിമിനൽ ആളുകളാണ്, ഗുണ്ടകളാണ് എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. ഒപ്പം കണ്ണൂരിലെ ക്രിമിനൽ പശ്ചാത്തലത്തിൽ നിന്നും വരുന്ന ആളാണ് മുഖ്യമന്ത്രി. സംസ്ഥാനത്തിന്റെ കടം വലുതായി പെരുകുമ്പോഴും ആഡംബരങ്ങളിൽ യാതൊരു കുറവും വരുന്നില്ല. സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് സംസ്ഥാനം നീങ്ങുമ്പോൾ അതിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിനാണ് ഇത്തരം വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതെന്നും പറഞ്ഞു. SFIയുടെ ആരോപണങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകി. ഇതിൽ പ്രധാനമായും സംസ്ഥാനത്തെ സർവകലാശാലകളിൽ കാവ്യവൽക്കരണം നടപ്പിലാക്കാൻ ഗവർണർ ശ്രമിക്കുന്നു എന്ന ആരോപണമാണ് ഉന്നയിച്ചത്. ഇതിന് മറുപടി പറഞ്ഞത് കാവ്യാണ് ഏറ്റവും കണ്ണിന് ഇമ്പമുള്ള കളർ നിറമെന്ന് ഖുറാനിൽ പോലും പറയുന്നു. ഏറ്റവും അധികം ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന, ഒരുപക്ഷെ ഉത്തർപ്രദേശിനേക്കാൾ കൂടുതൽ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്ത് കാവ്യയെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല എന്ന് പറയുന്നു. ഒപ്പം ഈ പട്ടിക, സെനറ്റ് അംഗങ്ങളുടെ പട്ടിക ഈ കേരള കാലിക്കറ്റ് സർവകലാശാലകളിലേക്ക് ആര് നൽകിയെന്ന ചോദ്യം ഉന്നയിക്കാൻ SFI ആരാണ് എന്ന ചോദ്യമാണ് അദ്ദേഹം പറഞ്ഞത്. ക്രിമിനൽസിനോട് ഇക്കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ട ബാധ്യത തനിക്കില്ല. തനിക്ക് ഇന്ത്യൻ പ്രസിഡന്റിനോട് മാത്രമേ ഇക്കാര്യത്തിൽ ഉത്തരം നൽകേണ്ട ബാധ്യതയുള്ളൂ. നിരവധി ഉറവിടങ്ങളിൽ നിന്ന് തനിക്ക് ഇത്തരം പട്ടികകൾ ലഭിക്കും. തന്റെ വിവേചനാധികാരം ഉപയോഗിച്ചുള്ള ഒരു നിയമനമാണ്. ഇക്കാര്യത്തിൽ SFI ഇടപെടേണ്ട ആവശ്യമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അങ്ങനെ തുറന്ന യുദ്ധമാണ് SFIയും ഗവർണറും തമ്മിൽ നടക്കുന്നത്. വരും ദിവസങ്ങളിലും ഈ യുദ്ധം തുടരുകയും ചെയ്യും. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അടക്കമുള്ള BJP നേതാക്കൾ സർവകലാശാല ആസ്ഥാനത്ത് ഗവർണറെ എത്തി കണ്ട് അദ്ദേഹവുമായി ആശയവിനിമയം നടത്തുകയും ഗവർണർക്ക് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു. ഇത്തരത്തിൽ ഗവർണർക്കെതിരായ പ്രതിഷേധവുമായി താമസ സ്ഥലത്ത് പോലും എത്തിയുള്ള പ്രതിഷേധവുമായി മുന്നോട്ടു പോയാൽ നവകേരള സദസ്സിലേക്ക് പ്രതിഷേധവുമായി BJP പ്രവർത്തകർ പോകുമെന്ന മുന്നറിയിപ്പ് നൽകുന്നു. ഇത് കേവലം ഗവർണർ SFI പോരിനപ്പുറം ഒരു രാഷ്ട്രീയ പോരാട്ടമായി കൂടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. കനത്ത സുരക്ഷാ സന്നാഹങ്ങൾ തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഗവർണർ ഇവിടെ അല്പസമയം മുമ്പ് എത്തി. വലിയ പ്രതിഷേധ പരിപാടികളായിരുന്നു SFIയുടെ ഭാഗത്തു നിന്നുണ്ടായത്. SFIയും പോലീസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുമുണ്ടായി. എന്നാൽ SFI പ്രവർത്തകർ ശക്തമായ പ്രതിഷേധത്തിനിടയിൽ പോലീസിന് ലാത്തി വീശേണ്ടി വന്നു. ഇതിൽ 3 പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ഒപ്പം തന്നെ ഈ മംഗലാപുരം എറണാകുളം പാത പൂർണ്ണമായും ഒരു ഭാഗം ഉപരോധിച്ചുകൊണ്ടായിരുന്നു SFI പ്രവർത്തകരുടെ സമരപരിപാടികൾ. തുടർന്ന് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. അറസ്റ്റ് ചെയ്ത 2 വാനുകളിലായി പൂർണ്ണമായും ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന് പോലീസ് സ്റ്റേഷനുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. സമരം വരും ദിവസങ്ങളിലും ശക്തമാക്കാൻ തന്നെയാണ് SFIയുടെ തീരുമാനം. എന്തായാലും നാളെ രാവിലെ 10 മണിയോടുകൂടി തന്നെ ഗവർണർ ഇവിടെ നിന്ന് ഒരു സ്വകാര്യ പരിപാടിക്ക് വേണ്ടി കോഴിക്കോട് നഗരത്തിലേക്ക് പോകും. അപ്പോഴും രാവിലെ പ്രതിഷേധ പരിപാടികളും മറ്റും ഉണ്ടാവുന്നത് കണക്കിലെടുത്ത് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് പോലീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ നാളെ ആ സ്വകാര്യ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഗവർണർ ക്യാമ്പസിലേക്ക് തന്നെ ഉച്ചയോടുകൂടി ക്യാമ്പസിലേക്ക് തന്നെ എത്തും. ആ സമയത്തും വലിയ പഴുതടച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ഇവരുടെ പ്രതിഷേധങ്ങളെ പരമാവധി ഗവർണറെ ബാധിക്കാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള കടുത്തൊരു തീരുമാനത്തിലേക്ക് പോലീസ് പോകില്ല. എന്നാലും SFI പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് കടുത്ത പ്രകോപനം ഉണ്ടായതിനെ തുടർന്നാണ് പോലീസ് ലാത്തി വീശുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. എന്തായാലും 2 ദിവസം ഗവർണർ ഈ ക്യാമ്പസിൽ തന്നെ താമസിക്കും. പരമാവധി പ്രതിഷേധ പരിപാടികളുമായി SFI പോവും എങ്കിൽ പോലും അതൊന്നും തന്നെ ബാധിക്കുന്നൊരു പ്രശ്നമില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് എന്തായാലും ഗവർണർ. ഒപ്പം തന്നെ BJP നേതാവ് K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഗവർണറെ കണ്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും ഇടതുപക്ഷ സ്വാധീനമുള്ള ക്യാമ്പസിലൊന്നുകൂടിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് SFIക്ക് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഗവർണർ ഈ ഒരു സന്ദർശനം ഏത് വിധേയനെയും അതിനെ പ്രതിഷേധം അറിയിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി SFIക്കുണ്ട്. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് ഗവർണറുടേത്. എന്തായാലും പോലീസ് എല്ലാവിധ പഴുതടച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗവർണറെ ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ SFIയുടെ സമരത്തെ കൈകാര്യം ചെയ്യുക എന്നുള്ളൊരു നിലപാട് തന്നെയാണ് പോലീസിനുള്ളത്.